ലോകത്താകമാനം നടന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ കലാപങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏതാണ്ട് 4 ലക്ഷത്തിന് മുകളിലാണ്. നിലവിൽ ലോകത്ത് ആഗോളവും ആഭ്യന്തരവുമായി നടന്നുകൊണ്ടിരിക്കുന്ന 15ഓളം യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് 50% സ്ത്രീകളും കുട്ടികളുമാണ്. രാജ്യാടിസ്ഥാനത്തിൽ കൃത്യമായ കണക്കുകൾ നിരത്തലല്ല ഈ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്ന നീചമായ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവെറിയിൽ പൊലിയുന്ന ജീവനുകൾ രാജ്യത്തിനായി മരണം സ്വയം വരിച്ചവരാണെന്ന് കരുതുന്നില്ല. ലോകരാജ്യങ്ങൾക്കിടയിൽ ക്രമസമാധാനം നിലനിർത്തുക എന്നത് UN പോലുള്ള സംഘടനകളുടെ ഉദ്ദേശങ്ങളിൽ പെടില്ല എന്ന് തോന്നുന്നു. സ്വന്തം നാടും പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെട്ട പതിനായിരങ്ങളാണ് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ വരും തലമുറയെ ആയുധമെടുപ്പിക്കുന്നതിനായാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. സായുധ പോരാട്ടത്തിനായി ആഹ്വാനം ചെയ്യുന്നവരെ നിറത്തിന്റെയും ഭാഷയുടെയും രാജ്യത്തിന്റെയും ഭേദമില്ലാതെ നരഭോജിയോട് ഉപമിക്കേണ്ടിയിരിക്കുന്നു. ലോകത്തെ മൊത്തത്തിൽ ചാമ്പലാക്കാനുള്ള ആയുധങ്ങൾ ഓരോ രാജ്യത്തിന്റെയും ശേഖരത്തിലുണ്ട്. ഓരോ രാജ്യവും ഇതിനായി ഭീമമായി പണം ചെലവഴിക്കുമ്പോൾ ആഹാരം പോലും ലഭിക്കാത്ത ഒരു സമൂഹത്തിന്റെ നിലവിളികൾ ഭരണകൂടം കേൾക്കാതെ പോകുന്നു. ലോകത്തിന്റെ പല കോണുകളിൽ മനുഷ്യർ ചേരിതിരിഞ്ഞ് പോരടിച്ച് മരിക്കുമ്പോൾ പക്ഷം ചേരുന്ന മനുഷ്യരുടെ ധാർമ്മിക മൂല്യങ്ങൾ എന്താണെന്ന് മനസ്സിലാകുന്നു. ഇത് മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ മരിക്കുമ്പോൾ ഒന്നും തന്നെ കൊണ്ടുപോകുന്നില്ല എന്ന യാഥാർത്ഥ്യം വേണ്ടി പറ്റി ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾ അടങ്ങ് ഉത്തമട്ടാ, നമുക്ക് വഴിയുണ്ടാക്കാം. ഇനി വന്ന വിഷം കൊടുക്കും ഞാൻ. ആടിനെ കൊല്ലാൻ നടന്നിട്ട് നിങ്ങൾ ചാവണ്ട. ഞാൻ പറഞ്ഞ പണിയൊന്ന് ചെയ്തു നോക്ക്. ഉത്തമേട്ടാ, ഒഴിപ്പിച്ച് തന്ന 10,000 ഉറുപ്പ്യക്ക് എടുക്കാൻ ആളുണ്ട്. 5,000 ഉറുപ്പ്യ ഇങ്ങൾക്കും തരാം, 5,000 ഉറുപ്പ്യ എക്കാക്കും കൊടുക്കാം. ஹலோ, சொஸ்தி ட்ராவல்ஸ். சொல்லுங்க சார். எஸ். நீங்கள் எத்தனை பேர் இருக்கீங்க? 6 மெம்பர்ஸுங்களா? ஓகே. அங்கே வந்து நிறையா கேட்டகரிங்க. 10 ஸ்டேலேருந்து டாம்ஸு, 10 ஸ்டேலேருந்து அது வந்து இட்ஸ் ஆக்சுவலி டாம் ஸ்டே வித் ஜாக்குசி. நீங்கள் ஃபோட்டோவில் பார்த்தது. பட்ஜெட்டு சொன்னீங்கன்னா எஸ் கண்டிப்பாக கரெக்டாக உங்களுக்கு ஃபோட்டோஸ் அனுப்புகிறேன். ஓகே சார். ஓகே, அது நோட் பண்ணிட்டேன். எஸ் ஷோர் சார். 17th October, right? Yes. Okay. இந்த நம்பரில் வாட்ஸ்அப் இருக்குல்ல? கண்டிப்பாக நான் இதில் ஃபோட்டோஸ் அனுப்புகிறேன். യെസ്, കോഴിക്കോട് സ്റ്റേഷനാണ്. ഓക്കെ. ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് ഒരു എൻക്വയറിക്ക് വന്നതാണ്. എന്തായിരുന്നു സാർ കാര്യം? നിങ്ങളുടെ പേരെന്താണ്? ഇമ്മാനുവൽ. എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? ഇവിടെ ഒരു 3-4 മാസമായി സാർ. ഒറ്റയ്ക്കാണോ താമസം? അല്ല, മകളും ഉണ്ട് സാർ. ഒന്ന് വിളിക്കോ?
ആ സാർ ഇരിക്കി ഉം. ഇരിക്കി. ആ താങ്ക്സ്. ലച്ചു ലച്ചു ആ എന്തായി മച്ചാ? ദാ ഇതാണ് ലക്ഷ്മി. ഉം. ലച്ചുവിന് ആന്റിനെ മനസ്സിലായോ? ആന്റി ഇമ്മച്ചന്റെ ഫ്രണ്ടാ. ആന്റി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഉം. ഇഷ്ടായോ? ഉം. നമുക്കൊന്ന് ഇട്ട് നോക്കിയാലോ? ഉം. വാ. ഇമ്മാനുവൽ ഇരിക്ക്. പേരുകൾ തമ്മിൽ ഒരു ചേർച്ചയില്ലല്ലോ ഇമ്മാനുവലേ. ലച്ചുവിൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് സാർ. അവർ 1 വർഷം മുന്നേ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. ലച്ചു ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെടുക ചെയ്തേ. അപ്പൊ അവർക്ക് ബന്ധുക്കളാരുമില്ലേ? ഞാനും ജിൻസനും കൊല്ലത്തൊരു ഓർഫനേജിലായിരുന്നു സാർ പഠിച്ചത്. കോളേജിൽ പഠിക്കുമ്പോൾ അപർണയായിട്ട് ഇഷ്ടത്തിലാവുകയും പിന്നെ അത് വിവാഹത്തിൽ കലാശിക്കുകയും ചെയ്തു. തന്തയും തള്ളയും ഇല്ലാത്തവൻ്റെ കൂടെ പോയപ്പോൾ അപർണേൻ്റെ വീട്ടിൽ നിന്നും ഒഴിവാക്കി. അനാഥത്വത്തിൻ്റെ വില ആരെക്കാളും ഞങ്ങൾക്ക് നല്ലോണം അറിയാം സാർ. അതുകൊണ്ട് ലച്ചുവിനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടി. എനിക്കൊരു കൂട്ടായി. നോക്കേ, ലച്ചു സുന്ദരിയായില്ലേ? ആഹാ. ആ. എന്നാ മോള് ചെല്ല്. എവിടെയെങ്കിലും പോകുമ്പോഴല്ലോ പുതിയ ഡ്രസ്സൊക്കെ ഉം. പോയി മാറ്റിയിട്ട് വാ. ഷീ സൈഡ് ഇമാനുവൽ ആൾക്ക് അവളുടെ അച്ഛനെ പോലെ തന്നെയാ. ഫിസിക്കൽ അബ്യൂസ് നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഉം. ഐ തിങ്ക് ഇറ്റ്സ് എ റോങ് ഇൻഫർമേഷൻ. ഓ താങ്ക് യു ഡോക്ടർ. ഉം. സോറി മിസ്റ്റർ ഇമ്മാനുവൽ, ഇറ്റ്സ് എ റോങ് ഇൻഫർമേഷൻ. താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. വരട്ടെ. സാർ ഉം? സാർ ആരാണ് സാർ ഈ പരാതി തന്നിരിക്കുന്ന ആൾ? അതിനി അറിയണോ? അതാരാണെന്ന് അറിയാനുള്ള അവകാശം പോലും ഇല്ലേ സാർ ഞങ്ങൾക്ക്? ഉണ്ട്, പക്ഷേ പുതിയൊരു പ്രശ്നം തുടങ്ങാതിരിക്കാൻ അതറിയാതിരിക്കുന്നല്ലോ നല്ലത്. പ്രശ്നം എനിക്കൊന്നുമല്ല, കുറച്ച് അകലം പാലിക്കാനാ. ഉത്തമൻ എന്ന് പറഞ്ഞ ഒരാളാണ് പരാതി വന്നത്. ഇനി ഇതിൻ്റെ പേരിൽ പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്, കേട്ടല്ലോ? ഇല്ല സാർ. താങ്ക് യു. അവിടുന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആടും ചത്തു. എങ്ങനെ? വിഷു വിളിച്ചെന്നിട്ടാന്നാ ഡോക്ടർ പറഞ്ഞത്. ഈ ചെടിക്കൊക്കെ അടിക്കുന്ന പോലത്തെ. ലച്ചുവിൻ്റെ ഫ്രണ്ടായിരുന്നു. അവളിപ്പോഴും ആ ഒരു വിഷമത്തിലാ. അതയാളാ ഉത്തമൻ. ചാവി കൊടുക്കാൻ ചെന്നപ്പോൾ അത് അയാളുടെ വായിൽ നിന്ന് വീണു. എന്നിട്ട് ബ്രോ ഒന്നും പറഞ്ഞില്ലേ? എന്തു പറയാൻ, ഞാൻ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. അതൊരു ജീവനാണെന്ന് പറഞ്ഞു. മോന്തടിച്ച് പൊളിക്കല്ലേ വേണ്ടത്, വലിയ ഡയലോഗ് അടിച്ച് വന്നേക്കാം. പല തരത്തിലുള്ള മനുഷ്യന്മാരുണ്ട്. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെന്താ അയാളെ കൊല്ലണോ? അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമ്മളോട് മറ്റൊരാൾ എങ്ങനെയാവണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു, അങ്ങനെ തന്നെ നമ്മളും അവരോടാവണം. അല്ലാതെ കൊടുക്കാതെ കിട്ടത്തില്ലല്ലോ. നമുക്ക് ചുറ്റിനും നമുക്ക് ഇഷ്ടമുള്ളത് സൃഷ്ടിക്കുമ്പോൾ ഹാപ്പിനെസ് ഒരു പൂമ്പാറ്റയെ പോലെ പാറി പറന്ന് നടക്കുന്നത് നമുക്ക് കാണാം. താനിപ്പോ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ പോകുമ്പോൾ തനിക്ക് കിട്ടുന്നൊരു സന്തോഷമില്ലേ, അതുപോലെ. ലിച്ചു എണ്ണിച്ചു. ഇപ്പൊ വരാ.
എഴുന്നേറ്റ് വിളിക്കുമ്പം തന്നെ ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ സെറ്റാണ്. അല്ല ബ്രോ, നിങ്ങൾ ഈ യാത്രയൊക്കെ പോകുമ്പോൾ ലച്ചുൻ്റെ പഠിപ്പൊക്കെ പ്രശ്നമാവില്ലേ? യാത്ര പോകുന്ന തന്നെ ഒരു വിദ്യാഭ്യാസമല്ലേ. പല ഭാഷകളിലൂടെ പുതിയ പുതിയ സംസ്കാരം, മനുഷ്യർ, പല കാലാവസ്ഥ. അതെ, പക്ഷെ അത് ഫ്യൂച്ചറിനെ നന്നായിട്ട് ബാധിക്കില്ലേ? ജീവിക്കാനും പഠിക്കാനും ഒക്കെ ഇതൊരെണ്ണം മതി എന്നുള്ളത് ഒരു കൊറോണ വന്നപ്പോൾ നമ്മൾ പഠിച്ചല്ലേ. ഉം. അതുകൊണ്ട് ഞാൻ അവൾക്കൊരു ഫോൺ മേടിച്ചു കൊടുത്തു. അത്യാവശ്യം എഴുതാനും വായിക്കാനും ഒക്കെ അവൾക്കറിയാം. പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ടല്ലോ, അറിഞ്ഞിരിക്കാൻ ഇത് ധാരാളം. ബ്രോ ഭയങ്കര ഫിലോസഫിയാണല്ലോ. പാട്ടല്ലേ നീ? എന്നാലും ഉത്തമനിട്ട് 2 കൊടുക്കുന്നത് മോശമായിപ്പോയി. എന്നാ പിന്നെ തല്ലാനും കൊല്ലാനും എല്ലടോ നേരം കാണും. മനുഷ്യൻ ഏറ്റവും ബുദ്ധിയുള്ള ജീവവർഗമാണെന്നാണ് വെപ്പ്. ലോകത്തിന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളിൽ 4 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതിൽ ചരിത്രം പോലും അറിയാത്ത എത്രയോ കുഞ്ഞുങ്ങൾ. എന്തിനാ കൊല്ലുന്നേ? മണ്ണിനോ? ആത്യന്തികമായി ഇതെല്ലാം മണ്ണും മനുഷ്യനും പക്ഷികളും മൃഗങ്ങളും സർവ്വജീവജാലങ്ങളും ഭൂമിയുടേതാണ്. അതിർത്തികൾ മനുഷ്യനിർമ്മിതവും. ഈയൊരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുക. നമ്മളാണ് വലുതെന്ന് തോന്നുമ്പോൾ ഇതുപോലൊരു മലമുകളിൽ വന്നിരുന്ന് താഴേക്ക് നോക്കുക. അപ്പോൾ നമ്മുടെ വീടും നഗരവും എല്ലാം ദാ ഇതുപോലൊരു ഫ്രെയിമിലേക്ക് ചുരുങ്ങി വന്ന് നിൽക്കും. നിങ്ങൾ കുറേ യാത്രകളൊക്കെ ചെയ്യുന്നല്ലേ? ഉം. നിങ്ങൾക്ക് ചുറ്റിനുള്ള ലോകം എങ്ങനെയാണോന്നായിരിക്കും. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടുന്ന് കാശ്മീർ പോകുമ്പോൾ പാകിസ്ഥാനിൽ നല്ല ചായ കിട്ടുന്നൊരു സ്ഥലമുണ്ടെന്ന് പറയും. അവിടെ പോയൊരു ചായ കുടിക്കണം, തടസ്സങ്ങളൊന്നും ഇല്ലാതെ, നമ്മളാരും തടയാനില്ലാതെ, പാസ്പോർട്ടൊന്നും ഇല്ലാതെ, മൈഗ്രേറ്റിംഗ് ബേർഡ്സിനെ പോലെ. പിന്നെ അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു നന്നായി ഉറങ്ങി എഴുന്നേറ്റ്. നന്നായിട്ട് ഉറങ്ങി, ശരിക്കും ഉറങ്ങി. അച്ഛൻ്റെ കുറുക്കമ്പലി ഉണ്ടായിരുന്നു. ഇനിയും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു കടുകുമണിയേക്കാൾ ചെറുതല്ലേ.